ചോറ് വേഗം ചോറ് വിളമ്പോച്ചേ. എന്തായി നോക്കി നിൽക്കുന്നേ? ആ വേഗോട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്താ ആനി? എന്താണെന്ന് നിങ്ങൾ പറയില്ലേ? ആനി, നമ്മൾ എന്തെല്ലാമോ കൂട്ടുന്നു, കിഴിക്കും. ബിസിനസ്സിൽ ലാഭവും വരും നഷ്ടവും വരും. നഷ്ടം വരുമ്പോ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോ പ്രതീക്ഷിക്കാതെ പലതും കൈവശം വന്നു ചേരും. ഇപ്പോ നമുക്ക് നഷ്ടമാണ്. വിവാഹം കഴിഞ്ഞതും പ്രശ്നങ്ങൾ ആനിയോട് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്നതിലും ഭേദം എല്ലാം മറച്ചു വെച്ച് സ്വയം വേദനിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതി. എനിക്കറിയാം നിനക്ക് പിണക്കമാണെന്ന്. വിവാഹത്തിന് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കഴിയാഞ്ഞിട്ടാണ്. എടി, നിന്റെ കൂടെ ഞാൻ എത്ര നാൾ ചക്കാത്തിന് താമസിച്ചു. നിന്റെ വിവാഹത്തിന് ഒരു ബ്ലൗസ് പീസ് പോലും വാങ്ങാൻ സാധിക്കാതെ വന്നപ്പോൾ എന്തോ എനിക്ക് വരാൻ മനസ്സ് സമ്മതിച്ചില്ല. ഇതാ നോക്ക്, കടം മേടിച്ചു വാങ്ങിയതാണെങ്കിലും തരാൻ എന്തെങ്കിലും കയ്യിലുള്ളപ്പോൾ കാണാൻ, ആശംസകൾ അറിയിക്കാൻ മനസ്സ് സമ്മതിച്ചു. പണക്കാരിയായി നിനക്ക് ഞാൻ വാങ്ങിത്തന്ന് ഇതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇത്രയും തുറന്നു പറഞ്ഞിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എനിക്ക് നീയേ ഉള്ളടി. എന്നും രാവിലെ ഇതിന്റെ അലാറം കേട്ട് നീ എഴുന്നേൽക്കണം. ഞാനായിരുന്നില്ലേ നിന്നെ വിളിച്ചുണർത്താറ്? അത് ഇനി കഴിയില്ലല്ലോ. ഇനി ഇവിടെ ഇതാണ് നിന്റെ ഉഷ. എവിടെ നിന്റെ ബെഡ്റൂം? ഞാൻ തന്നെ ഇത് വെച്ചു തരാം. സത്യം പറയൂ, നീ എന്തിനാ കരയുന്നത്? ഞാൻ വഞ്ചിക്കപ്പെട്ടു. അദ്ദേഹത്തിൽ ഞാൻ കണ്ടിരുന്നതെല്ലാം സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം മുതൽ വീട്ടിൽ നിന്ന് ഓരോന്നും നഷ്ടപ്പെടുകയാണ്. അന്യരുടെ അവകാശവാദങ്ങൾ കേട്ട് എന്റെ ചെവി മരവിച്ചു. ഇനി നഷ്ടപ്പെടാൻ ഈ വീട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അയാൾ എന്തു പറയുന്നു? ബിസിനസ്സിൽ ലാഭവും നഷ്ടവും സാധാരണമാണെന്ന്. നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തതുവരെ കയ്യിൽ വരും പോലും. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒന്നുകിൽ അദ്ദേഹം സ്നേഹം കൊണ്ട് എന്നെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞതും ബുദ്ധിപൂർവ്വം എന്നെ തഴയുകയാണ്. ചേച്ചി, അങ്ങനെയൊന്നും പറയാതെ. നീ നല്ലവളാ.
നിനക്ക് നല്ലതേ വരൂ. തീർച്ചയായും. അനി, ഇതെന്റെ അങ്കിളാ. എനിക്ക് ആകെ ഉള്ളൊരു ബന്ധു. പുള്ളിക്കാരൻ 5 വർഷത്തിൽ ഒരിക്കലേ നാട്ടിൽ വരൂ. ദുബായിലാ. വന്നാൽ ആകെ വരാനുള്ളൊരു വീടിതാ. എന്നാ ഓക്കെ തന്നെ, കാപ്പി കൊടുക്ക. ഭയരപ്പാളി, നിന്റെ അമ്മയെ കെട്ടിച്ച ബന്ധു. 2 വർഷമായാലാണ് നീ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. കളി തമാശയായിട്ട് പോലും 1 മാസത്തെ വാടക. എല്ലാ മാസം ചെക്ക് അയക്കും, വണ്ടി ചെക്ക്. ഇവൻ എന്റെ അടുത്താണ് ആദ്യം വീട് ചോദിച്ചു വന്നത്. കൃഷ്ണന്റെ മായാവിലാസങ്ങൾ അറിയാവുന്ന ഞാൻ ഇവന് വീട് കൊടുക്കുവോ? അവസാനം ഞാൻ ദുബായി പോയ തക്കം നോക്കി അവൻ ഗിരിനഗറിൽ താമസിക്കുന്ന എന്റെ പെങ്ങളെ വളച്ച് അകത്ത് കയറിപ്പോയി. ഭർത്താവ് മരിച്ച അവളാണെങ്കിൽ ഒരു രോഗി. പിന്നെ അവിടെ വരവായി, പോക്കായി, മരുന്ന് വാങ്ങലായി, കൊടുക്കലായി. എന്തിനു പറയണു? അവിടെ കയറി പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവളാണെങ്കിൽ ഒരു മകന്റെ സ്ഥാനമല്ലേ എന്ന് കരുതി വീട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു സൂക്കേടുകാരിക്ക് വാടകക്കാരന്റെ പുറകെ നടക്കാനും പോ, അത് വണ്ടിച്ചെക്കിന്റെ പുറകെ. അവന്റെ ചുട്ടായില അങ്കിള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസും ബഹളവും വരുന്നതിന് മുമ്പ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ചേട്ടാ, 1 മാസത്തെ അവധി കൂടെ തന്നാൽ. ഇനി അതും കൂടെ ഞാൻ ഗോപി എടുക്കണം അല്ലേടോ? ഇത് ചോദിക്കണം തന്നെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചിരിക്കണം. ഭയങ്കരം തന്നെ. പോലീസിനും എനിക്കും ജോലി ഉണ്ടാക്കാതെ കാലത്ത് തന്നെ ഇവിടുന്ന് കാര്യമായിക്കോ. കാര്യാക്കാനൊന്നും ഇല്ലേ? ഇവിടെ കിടന്ന മേശയും കസേരയൊക്കെ അതിന്റെ ഉടമസ്ഥന്മാർ എടുത്തോണ്ട് പോയോ അതോ കിട്ടിയ വിലക്ക് വിറ്റോ? ഓ, എന്റെ സിംഗപ്പൂർ വിളക്കും കത്തനും പോയിട്ടില്ല ഭഗവാനെ. പിന്നെ ഭാര്യയായ നിങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്കും ചില കടമകളൊക്കെ ഇല്ലേ? ഭർത്താവ് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ശരിയല്ല. ക്ഷമിക്കണം സർ. ബിസിനസ്സിൽ നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തത് വരെ കയ്യിൽ വരും. ഇന്ന് നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാണല്ലേ? സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. ആനി, ഒന്ന് കേൾക്കൂ. ഇതുവരെ ഞാൻ കേൾക്കായിരുന്നില്ലേ? ഇനിയെങ്കിലും പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ജോലി എന്താണ്? കൊലയും കൂട്ടിക്കൊടുപ്പും ഒഴിച്ച് മറ്റെല്ലാം എന്റെ ജോലിയാണ്. ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നില്ലേ? അല്ല, സ്നേഹിക്കുകയായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആനയെ കിട്ടുമായിരുന്നില്ല. ഓ, അപ്പോൾ സ്വന്തം താല്പര്യത്തിനു വേണ്ടി മാത്രം നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങളെ എന്റെ എല്ലാമായി സ്നേഹിച്ചതാണോ തെറ്റ്? പറയൂ. സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? കണ്ടുമുട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ കൂടി എന്നേ തോന്നിയുള്ളൂ. അടുത്ത് പഴകിയപ്പോ അതല്ല, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണമെന്ന് തോന്നി. അനാഥനായ ഞാൻ ആനിയെ അടുത്തറിഞ്ഞപ്പോ ഞാൻ സ്വയം സ്വാർത്ഥനാവുകയായിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ആനിയിലൂടെ നേടിയെടുക്കുകയായിരുന്നു. അമ്മയായി, സഹോദരിയായി, ഭാര്യയായി.
ജാഥകളുടെ മുമ്പിൽ കൊടിപിടിച്ച് നടന്ന എന്റെ അച്ഛനെ എതിർ കക്ഷിക്കാർ വെട്ടിനുറുക്കി. ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്താൻ നാട്ടുപ്രമാണിമാരുടെ അരമണകൾ അടിച്ചു വാരി. അവരുടെ കിടപ്പറകളിലേക്കുള്ള ക്ഷണം സഹിക്കാതെ വന്നപ്പോ എന്റെ അമ്മയ്ക്ക് ചാരിത്രം വിൽക്കേണ്ടി വന്നു. അതും എന്നെ വളർത്താൻ. അമ്മയ്ക്ക് പോലീസ് പിടിച്ചു കൊണ്ടുപോയ എന്റെ അമ്മയെ നാണം കെട്ടത്. കുറ്റം ചെയ്യാത്ത എന്നെ, എന്റെ അമ്മയെയും നിയമവും ദൈവവും വെറുതെ വിട്ടില്ല. എങ്ങനെയും ജീവിക്കണമെന്നായപ്പോ ചെറുപ്പത്തിൽ വെറുത്തിരുന്നതെല്ലാം പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടു. പറയൂ, എവിടെയാണ് തെറ്റ്? ആരിലാണ് തെറ്റ്? സൃഷ്ടിയിൽ, സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കണം സുഖമായി. വഴികൾ തെറ്റിയാലും നടപ്പ് തടന്നാൽ എവിടെയും എത്തില്ല. ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനടിമയാവുന്ന മനുഷ്യനാണോ? ചുറ്റുപാടുകളോട് കൂട്ടുപിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമല്ലേ? എനിക്കൊരു ജോലിയില്ലേ? ഒരു കുടുംബം നടത്താൻ തൽക്കാലം അത് മതി. നമുക്കെവിടെങ്കിലും പോയി ഒരു കൊച്ചു വീടെടുത്ത് സുഖമായി ജീവിക്കാം. ഇല്ല, എന്റെ മുന്നിലുള്ള ശരിയായ വഴികൾ ഇതൊക്കെയാണ്. നിങ്ങളെ പിരിഞ്ഞ് എവിടെ പോകാൻ? എല്ലാം മറന്ന് നിങ്ങൾ എന്റെ കൂടെ വരില്ലേ? വരില്ലേ? വരില്ലേ?